എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു നോവലാണ്. ഒരുപക്ഷെ മലയാള നോവൽ സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇടം പിടിക്കാത്ത ഒരു ചരിത്ര പുരുഷനാണ് ഈ നോവലിന്റെ കേന്ദ്രബിന്ദു. സ്വാമി ആനന്ദ തീർത്ഥർ നാരായണ ഗുരുവിന്റെ ഏറ്റവും അവസാനത്തെ ശിഷ്യനായിരുന്നു. ഏറ്റവും ഒടുവിൽ സ്വാമിയിൽ നിന്നും ദീക്ഷ വാങ്ങി സന്യാസം സ്വീകരിച്ച ആളായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥർ. ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു ആനന്ദ തീർത്ഥർ. പൂർണ്ണമായി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉദ്ധരണത്തിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച മഹാനായിരുന്നു ആനന്ദ തീർത്ഥർ. ധാരാളം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി തല്ലുകൊള്ളി സ്വാമി എന്ന പേര് പോലും സിദ്ധിച്ച ആളായിരുന്നു. ഭൗതികശാസ്ത്രത്തിൽ അക്കാലത്ത് ബിരുദാനന്തര ബിരുദം നേടി ഉയർന്ന ഉദ്യോഗങ്ങൾ വിരാജിക്കാമായിരുന്ന ആളായിരുന്നു. അതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ തീണ്ടലും തൊടിയിലുമുള്ള കാലത്ത് അവനെ മാറോട് ചേർത്ത് പിടിച്ച് അവന് ഉയർന്ന ജാതിക്കാരുടെ പേരുകൾ കൊടുത്ത് അവനെ സ്കൂളുകളിൽ ചേർക്കാനായി അതികഠിനമായിട്ടുള്ള പോരാട്ടം നടത്തി അവനെ അമ്പലത്തിൽ കയറ്റാൻ, അവനെ ബാർബർ ഷാപ്പിൽ കയറ്റാൻ, അവനെ പൊതുവേദിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയ ആനന്ദ തീർത്ഥരുടെ ഈ മഹത്തായ ജീവിതം മനോഹരമായ ആഖ്യാന ഭംഗിയോടുകൂടി ആർ ഉണ്ണിമാധവനാണ് നോവലാക്കിയിരിക്കുന്നത്. നോവലിന്റെ പേര് ചേയ എന്നാണ്. മലയാള ഭാഷയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ചേയ എന്ന്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ, അതെ, സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഈ കൊച്ചു കേരളത്തിൽ ഒരു ഉന്നത കുലജാതൻ വഴിയിൽ കൂടി നടന്നു വരികയാണ്. അയാൾ പറയുന്നു, ചേയ ചേയ, മാറടാ മാറടാ എന്നാണ് അർത്ഥം. ഉടനെ തിരിച്ച് ഒരു കൂക്കുവിളിയോടുകൂടി മാറുമേ മാറുമേ എന്ന് പറഞ്ഞിട്ട് ആ പിന്നാക്കക്കാരൻ, അധകൃതൻ, അവൻ മാറി നിൽക്കുന്നു. ഈ ഉന്നത കുലജാതൻ കടന്നുപോയി കഴിഞ്ഞാൽ മാത്രമേ ആ അധകൃതന് അതുവഴി പോകാൻ കഴിയൂ. അവന് പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അവന് അവരോടൊപ്പം ഇരിക്കാൻ കഴിയില്ല. ഇത് രാജ്യത്തെയും നമ്മുടെ നാട്ടിലെയും വലിയ സ്ഥിതിയായിരുന്നു. അക്കാലത്താണ് ഈ സ്വാമി ആനന്ദ തീർത്ഥർ ഇവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്ന് ആണ് പ്രധാനം. മാതൃഭൂമി ബുക്സ് ആണ് ആർ ഉണ്ണിമാധവന്റെ ഈ നോവൽ പുറത്തിറക്കിയിരിക്കുന്നത്. മുമ്പും പല നോവലുകളും സബിൻഡി, ശങ്കരമോഹനം, ശിരസി, പിതൃനാരസൻ, പറയി മുതലായിട്ടുള്ള കൃതികൾ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നോവലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് എന്ന് എനിക്ക് തോന്നുന്നു. മാതൃഭൂമി ഇറക്കിയ ഉടൻ തന്നെ ഇത് 2ാം എഡിഷൻ ഇറക്കേണ്ടി വന്നു. മറ്റൊരു പ്രത്യേകത, MK സാനുവാണ് ഇതിന് ആമുഖം, അവതാരിക എഴുതിയത്. സാനുമാഷ് എഴുതിയ ഏറ്റവും ഒടുവിലത്തെ അവതാരികയാവാം ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരാളാണ്. നമുക്കറിയാമല്ലോ, നാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യന്മാർ പലരും നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളവരാണ്. വാഗ്ഭടാനത്തിനാണെങ്കിലും സഹോദരൻ അയ്യപ്പനാണെങ്കിലും അവരൊക്കെ നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ. പക്ഷേ ഇവരോളം തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട, ഒരുപക്ഷെ ഇവരെക്കാൾ അവരെയൊന്നും ചെറുതാക്കി കാണുമല്ല, പക്ഷേ മറ്റൊരു സമുദായ മേഖലയിൽ നിന്ന് അക്കാലത്ത് ബ്രാഹ്മണ്യത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് ധാരാളം പേർ വന്നിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാടും EMS ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അത്രമേൽ ശ്രദ്ധ കൊടുക്കാത്ത ഒരു മേഖലയിലേക്ക് കടന്നു വന്നയാളാണ് സ്വാമി ആനന്ദ തീർത്ഥർ. ഈ നോവലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചരിത്രം മാത്രം ചർച്ച ചെയ്താൽ പോരാ. ഒരുപാട് ചരിത്ര പുരുഷന്മാർ ഇതിൽ കടന്നു വരുന്നുണ്ട്. പ്രധാനമായും AK ഗോപാലൻ, AKG, പാവങ്ങളുടെ പടത്തലോൻ കടന്നു വരുന്നുണ്ട്, നിരവധി ആളുകൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നോവലിന്റെ ആഖ്യാനവും പാത്രസൃഷ്ടിയും എല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അവലോകനം ചെയ്യേണ്ടി വരും. നിലാവ് കുറുകിയ രാത്രി, മഞ്ഞ് പടർന്നു നിന്ന ശ്രീനാരായണ വിദ്യാലയത്തിന്റെ അകത്തെ മുറിയിൽ ദീർഘനേരമായി കൈകെട്ടി വളർന്നു കിടക്കുകയായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥർ എന്ന് പറഞ്ഞാണ് നോവൽ ആരംഭിക്കുന്നത്. നോവലിൽ ഫ്ലാഷ് ബാക്കുകളാണ് കടന്നു പോകുന്നത്. നോവലിന്റെ തുടക്കത്തിൽ ആനന്ദതീർത്ഥ സ്വാമി തന്റെ ഓർമ്മകളൊക്കെ ഏതാണ്ട് നശിച്ച്, ഏതാണ്ട് അൽഷിമേഴ്സിന്റെ അവസ്ഥയിൽ, നമ്മുടെ കവി P. ഭാസ്കരനൊക്കെ സംഭവിച്ചതുപോലെ അത്തരമൊരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരും തൻ്റെ സതീർത്ഥ്യരും തൻ്റെ കൂട്ടുകാരുമൊക്കെ മരിച്ചവർ പോലും ജീവിച്ചിരിക്കുന്നതായി തൻ്റെ അടുത്ത് വരുന്നതായിട്ടുമൊക്കെ അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന ഒരവസ്ഥയാണ്. സ്വാമികൾ ഓരോരുത്തർക്ക് പേരിട്ട് തോർത്തു. ഒരു അധകൃതനായ കുട്ടി
ജാത്യാസിദ്ധിച്ച പ്രാകൃതമായ പേര് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു, ഇനി നിന്റെ പേര് പ്രഭാകര ശർമ്മ എന്നാണ്. ഇതുപോലെ എത്രയോ പേർ, ജോർജ്, റഹീം, തമ്പുരാൻ, ദാമോദര മാരാർ, ഇങ്ങനൊക്കെ പേര് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അവരെ ഉദ്ധരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇവരെയും കൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിലെ ജാതി കോമരങ്ങൾ അവരെ യഥാർത്ഥ ജാതി തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ സ്വാമിയെ ധിക്കരിക്കും, സ്വാമിയെ മർദ്ദിക്കും, സ്വാമിയെ പുറത്താക്കും, ഭ്രാന്തനെന്ന് വിളിക്കും. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് സ്വാമി ആനന്ദതീർത്ഥർ മുമ്പോട്ട് നീങ്ങിയത് എന്നുള്ളത്. അങ്ങനെ വളരെ ഛേദോഹരമായ ഭാഷയിൽ നമ്മളെ ആ കാലത്തേക്ക് കൈപിടിച്ചുകൊണ്ട് പോവുക അതൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു കാലം ഏറെക്കുറെ ഉള്ളിലുണ്ടെങ്കിലും പുറമേ ജാതി ഭ്രഷ്ട് കാണിക്കാത്ത ഒരു കാലമാണ്. ജാതി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം എല്ലാവരുടെയും ഉള്ളിൽ രൂഢമൂലമായി കിടക്കുകയാണ്. അത് ഒരിക്കലും മാറാത്ത വിധത്തിൽ നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. അതിനിടയിലാണ്, ആ കാലത്താണ് ജീവിതം മറ്റൊരു പോരാട്ടമാക്കി മാറ്റിയത്. പല സ്ഥലങ്ങളിലും മനോഹരമായിട്ടുള്ള വിശേഷണങ്ങളോടുകൂടിയാണ് സ്വാമിയെ അവതരിപ്പിക്കുന്നത്. ജീവിതം മറ്റൊരു പോരാട്ടമായി മാറുന്ന യാത്ര, വിമോചനത്തിനായുള്ള ചൂളം വിളികൾ, പലതായി മാറുന്ന ദേശങ്ങൾ, ആനന്ദതീർത്ഥ സ്വാമികൾക്ക് ആധികളോടെ എത്തുന്ന കാഴ്ചകൾ ഓരോന്നായി മെരിഞ്ഞു വരുന്നതായി തോന്നി. ഭൂമിയുടെ വിശാലമായ ഹരിതൽപ്പത്തിനു മീതെ കാലം അയവിറക്കി നിൽക്കുന്ന കരിമ്പനകളുടെ നിരകൾ, കാണാനുള്ള ജീവിതം എത്ര വിചിത്രമെന്ന ഭാവാർത്ഥത്തോടെ ശ്വാസം പിടിച്ചു നിൽക്കുന്ന നീലമലകൾ കണ്ടോ. പ്രകൃതിയെ ഈ സ്വാമിയുടെ ജീവിതവുമായി സന്നിവേശിപ്പിക്കുന്ന, അക്കാലത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി നേർക്കുനേർ ബന്ധപ്പെടുന്ന വല്ലാത്ത ഒരു ഉൾക്കാമ്പോടുകൂടിയാണ് ഈ പുസ്തകം തയ്യാർ ചെയ്തിരിക്കുന്നത്. ഓരോ സന്ദർഭം വായിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിക്ചറൈസേഷൻ എന്ന് പറയുന്ന, കൃത്യമായി ആ സ്ഥലം, ആ കാലം, ആ സമയം, അവിടുത്തെ രംഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. ഈ പുസ്തകം വായിച്ചിടയ്ക്കിടയ്ക്ക് നമ്മൾ 2-3 പേജ് വായിച്ചിട്ടൊന്ന് കണ്ണടച്ചൊന്ന് ഇരുന്നു നോക്കണം. അപ്പോൾ അറിയാം നമ്മുടെ മുമ്പിൽ ദൃശ്യങ്ങൾ തെളിയുകയാണ്. നമ്മുടെ നാടിന്റെ ദൃശ്യം, വിദിതമായ ദൃശ്യം, മനുഷ്യരാക്കി കാണാത്ത, കെട്ടില്ലാത്തോർ തമ്മിലുള്ള ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന അക്ഷരാർത്ഥത്തിൽ പറഞ്ഞുപോയ നാരായണഗുരു തന്നെ ജാതിയെക്കുറിച്ച് 2 കൃതികൾ എഴുതേണ്ടി വന്ന, നേരത്തെ പറഞ്ഞതുപോലെ വിവേകാനന്ദ സ്വാമി പോലും ഭ്രാന്താലയമെന്ന് ശപിച്ച നമ്മുടെ നാട്, ഈ നാടിനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഈ ആനന്ദതീർത്ഥ സ്വാമികൾ ഉൾപ്പെടെയുള്ള എത്രയോ മനുഷ്യരാണ് നാരായണഗുരുവിന്റെ പിന്നിൽ ചേർന്ന് പ്രവർത്തിച്ചത്. എത്രയോ ആളുകൾ, AKG പോലെയുള്ള ആളുകൾ സമരോത്സുകരായി അധകൃതരെ ക്ഷേത്രത്തിന് വിളക്കുന്നതിനിടയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുകയും അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ് ഇക്കാലത്ത് ഇതിന്റെ പ്രസക്തി. ഇന്ന് നവോത്ഥാനം എന്ന് പറയുന്നതിനെ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. വെറും വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി നവോത്ഥാനത്തെ തള്ളിപ്പറയുകയും പുതിയ ചില നവോത്ഥാന നായകരെ എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഗുരുദേവൻ പറഞ്ഞ ഒരു വാചകത്തോടു കൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ആനന്ദതീർത്ഥർ നമ്മുടെ അവസാനത്തെ ശിഷ്യനാണ്. നമ്മുടെ ദർശനങ്ങളോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നതിൽ അവസാനത്തേതല്ല, നമ്മോട് ഏറ്റവും സമീപസ്ഥനാണ്. വലിയ ത്യാഗത്തോടെ അധസ്ഥിതർക്ക് വേണ്ടി സ്വജീവിതം മാറ്റിവെച്ചു. അതിനാൽ ആനന്ദതീർത്ഥരുടെ ജീവിതം സഫലവും പൂർണ്ണവുമാണ്. ഇനി ദേഹം വെടിഞ്ഞ് നമ്മോടൊപ്പം ചേരാം. ഇങ്ങനെ ഗുരുദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തോട് പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പകലായി, സാക്ഷിയായി, സൂര്യകിരണങ്ങൾ ഉണർന്നു. പ്രാണന്റെ കർമ്മകാന്ഡം അവസാനിപ്പിച്ച് ആനന്ദതീർത്ഥ സ്വാമികൾ ഗുരുദേവനും മഹാത്മജിക്കുമൊപ്പം അനന്തതയിലേക്ക് ചേർന്നു. 1987 നവംബർ 21. ഇങ്ങനെയാണ് നോവൽ അവസാനിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഗാന്ധിയും വരുന്നുണ്ട്. സബർമതി ആശ്രമത്തിലേക്ക് കാൽനടയായിട്ടാണ് ആനന്ദതീർത്ഥ സ്വാമികൾ പോയത്. ഗാന്ധി എങ്ങനെയാണോ തന്റെ ജീവിതം സന്ദേശമാക്കിയത്, അതേപോലെ തന്റെ ജീവിതം സന്ദേശമാക്കിയ ആളായിരുന്നു ആനന്ദതീർത്ഥർ. അദ്ദേഹത്തിന്റെ സന്യാസത്തിന് മുമ്പുള്ള കാലത്തെ ജീവിതത്തിലോട്ടൊക്കെ ചെറുതായിട്ട് ഈ നോവലിലൂടെ കടന്നു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വീട്ടിൽ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയോടും അച്ഛനോടും സഹോദരനോടുള്ള സ്നേഹവും വാത്സല്യവും അവരുടെ കെട്ടുറപ്പും വളരെ ധൈര്യമായി, ധീരതയോടുകൂടി ആ സമുദായമൊക്കെ ഒരുപക്ഷെ വിലക്കിയിട്ട് പോലും ആ കുടുംബം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നത്, അദ്ദേഹത്തിന്റെ നന്മയിലെ വെളിച്ചം മനസ്സിലായത്. അതുപോലെ കേളപ്പജിയെ പോലെയുള്ള വലിയ മഹാരഥന്മാർ ഈ പുസ്തകത്തിൽ, ഈ നോവലിൽ അദ്ദേഹത്തോടൊപ്പം കടന്നു വരുന്നുണ്ട്. അക്കാലത്തെ ഒരു ജീവിതം ഇതിന്റെ ഒരു പേജിൽ നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പരദേവന്മാരുള്ള സ്ഥലമാണ്, തെരുവ് അശുദ്ധിയാക്കാൻ പറ്റൂല. നിങ്ങൾ ആരാണ്? എന്താണ് ജാതി? അതാദ്യം അറിയണം. ഞാനൊരു മനുഷ്യൻ, എന്റെ ജാതി മനുഷ്യജാതി. ഇത് പുലയച്ചക്കനാണല്ലോ. സ്വാമികൾ രോഷത്തോടെ അയാളെ അടിപിടി നോക്കി. അയാളും കുപിതനായി ശബ്ദമുയർത്തി തെരുവിന് ഇരുവശത്തുമുള്ള വീടുകളിലെ ബാല്യക്കാരെ വിളിച്ചു. അയാൾ കൈകൾ ഇരുവശത്തേക്ക് നീട്ടി ബാല്യക്കാർ എത്തുന്നതുവരെ പ്രതിരോധം സൃഷ്ടിച്ചു.
ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റൂല. ഇവിടെ ആരും സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിച്ചിട്ടില്ല. ഈ തെരുവിൽ അയിത്തക്കാർക്ക് നിരോധനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ അധികാരമൊന്നുമില്ല. ആനന്ദതീർത്ഥ സ്വാമികൾ കേശവന്റെ കൈപിടിച്ച് മുമ്പോട്ട് നടന്നു. അയാൾ കൈകൾ വിളിച്ച് തടസ്സം ഉയർത്തി അവരെ പിന്നോട്ടേക്ക് തള്ളി നീക്കി. അപ്പോഴേക്കും ഏതോ അപകടം പണഞ്ഞ മട്ടിൽ ബാല്യക്കാർ ഓരോരുത്തരായി ഓടിയെത്തി. അവർ സംസാരിക്കാൻ മെനക്കെട്ടില്ല. അയാൾ പറയുന്നത് മുഴുവനായി കേൾക്കും മുമ്പ് മർദ്ദനം ആരംഭിച്ചു. കേശവന്റെ മുഖത്ത് ബാല്യക്കാരുടെ കൈവിരലുകൾ മുദ്രവെച്ചു. ചിലർ അവന്റെ തലയിലും പുറത്തും മുഷ്ടിയുരുട്ടി ഇടിച്ചു. ശരീരത്തിന് സഹിക്കാൻ താണിയില്ലാതെ കേശവൻ പുറകോട്ട് അല്പം നീങ്ങി തറയിൽ കുത്തിയിരുന്നു. ഇതൊരു സാധാരണ സംഭവമായിരുന്നു. നാരായണ ഗുരുവിന്റെ പ്രശസ്തമായ ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മെ ഒരു അവതാര പുരുഷനായി കാണുന്നെങ്കിൽ ജാതി എന്ന വിഷത്തെ ഉന്മൂലനം ചെയ്യാനുള്ള അവതാരമായി നമ്മെ കാണണം. ഇത് പറഞ്ഞിട്ടാണ് നാരായണ ഗുരു തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്റെ തിളക്കമാർന്ന ജീവിതം ഉണ്ണിമാധവൻ വളരെ ഭംഗിയായി ഈ നോവലിലൂടെ പറഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം. അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.